ഹലോ ഓൾ, വെൽക്കം ബാക്ക്. വീക്കെൻഡൊക്കെ ആയിട്ട് എന്താ പരിപാടി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ഇത്തട വീഡിയോ കണ്ടത്. ഒരു പ്ലേസ് ഉണ്ട്, ഒരു ഫാം പോലത്തെ, ഒരു നഴ്സറി പോലത്തെ ഒരു പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ നമ്മൾ ചാടിക്കേറി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ ഹസ്ബൻഡിനെ വലിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നതാവും അതിലേറെ ബെറ്റർ. ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, കൊള്ളാവോ? നമ്മുടെ നിക്കാഹ് ആനിവേഴ്സറിക്ക് എനിക്ക് മേടിച്ചു തന്നതാണ്. ഇതുവരെ അത് എവിടേക്കും ഇട്ടു പോകാൻ വേണ്ടിയിട്ടൊരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഇവിടേക്ക് ഇട്ടു പോകാമെന്ന്, കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഈ പ്ലേസിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു പ്ലേസാണ്. ആമസോണിയ നഴ്സറി എന്നാണ് ഈ ഒരു പ്ലേസിൻ്റെ പേര്. 7 മണിക്ക് പോകാൻ പ്ലാൻ ഇട്ട ഞങ്ങൾ 7 മണിക്കാണ് അവിടെ ഓപ്പൺ ആകുന്നത്. അതുപോലെ തന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് 7 മണിക്ക് ഓപ്പൺ ആകുന്നത്. പിന്നെ 12 മണി വരെയാണ് അവിടുത്തെ ടൈമിങ്. 12 മണിക്ക് ശേഷം അവിടെ ആളെ കയറ്റില്ല. പിന്നെ അവർ 3 മണിക്ക് വീണ്ടും റീ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പോകുന്ന സ്ഥലവും അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിരുന്നു. സിറ്റിയുടെ തിരക്കുന്നൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് ഉള്ളിലോട്ട്, എന്നാൽ ഭയങ്കര ഏരിയയൊന്നും അല്ല. നമുക്ക് പ്ലേസൊക്കെ നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരും. അങ്ങനെ തെറ്റി പോകാനോ വഴിവെച്ച് പോകാനോ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകുന്ന സമയത്തും എൻ്റെ മൈൻഡിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കണ്ടാൽ അവിടെ പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാറാണ് പതിവ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നന്നാവാറുണ്ട്, ചിലപ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട്. ഇതെങ്ങനെയാണെന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, വീഡിയോസൊന്നും കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ ലിവിങ് ചെയ്യുന്ന ഏരിയയിൽ നിന്നും ഒരു 50 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ അത്രയും ലോങ് പോന്നിട്ട് സ്ഥലം കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു വിഷമാവുമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതാണ് പുറത്തെ വ്യൂ ഒക്കെ. അകത്ത് ഗേറ്റ് ഉണ്ട്. നമ്മളവിടെ ചെന്ന സമയത്ത് ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം നമുക്കൊരു ചെറുതായിട്ട് പാളിയൊന്നും തോന്നി. പക്ഷെ അവർ ഓപ്പൺ ആക്കി തന്നു. ഭയങ്കര തിരക്ക് എന്ന് പറയാനൊന്നുമില്ല, കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. അകത്ത് തന്നെ നമുക്ക് ഫുഡിങ്ങിനുള്ള സ്പോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഒരുപാട് സ്പേസസ് ഉണ്ട്. കോഫി, ടീ, എന്ത് ഐറ്റംസും അവിടെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു പോയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും മേടിച്ചൊന്നും ചെയ്തില്ല. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഓറഞ്ച് ആണ്. ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് അവിടെ ഒരുപാടുണ്ട്. പിന്നെ അവരുടെ ഒരുപാട് അഗ്രികൾച്ചർ നഴ്സറീസ്. അതിൽ എനിക്ക് ഈ സ്ഥലം വേർത്താണോ എന്ന് ചോദിച്ചാൽ അവർ നമുക്ക് അവരുടെ പ്ലാന്റ്സിൻ്റെ നഴ്സറീസ് ഒരു 5-6 സംഭവങ്ങളുണ്ട്. അതായത് കുക്കുംബർ, ടൊമാറ്റോ, സ്ട്രോബെറി, ബ്ലൂബെറി, റോസസ്, ഇതൊക്കെ അവർ ഈ ഒരു നഴ്സറീസ് അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു വ്യൂവും കാണണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൂടി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ വേർത്തായിരുന്നു. പിന്നെ നമ്മൾ അത് പുറത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഗ്ലാസ്സിലൂടെ നോക്കി മാത്രം കണ്ടു. ഇവിടെ പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ നോർമൽ ഇവിടുന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും അവിടെ ചെന്നിട്ട് മേടിക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹോം ഡെക്കോർ ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് അവിടെ അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ബാക്കിയുള്ള ആ ഒരു നഴ്സറിയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേർത്തായിട്ട് തോന്നിയേനെ. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ മാത്രമാണ് അവർ നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നത്. അപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് രസിച്ചില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ഇത്രയും ദൂരമൊക്കെ പോയിട്ട് അവരവിടെ ചെന്നപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ പിള്ളേരൊക്കെ ചെന്നിട്ട് അതൊക്കെ നശിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും മേ ബി, എന്താണെന്നറിയില്ല അതിൻ്റെ റീസൺ. ഇവിടെ നമ്മൾ നാട്ടിലെ പോലെയൊന്നും അല്ല കേട്ടോ. ഈ പ്ലാന്റ്സിനും അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ട്രീസിനും ഫ്ലവേഴ്സ് പോട്ടിനും ഒക്കെ ഭയങ്കര റേറ്റാണ് ഇവിടെ വരുന്നത്. നാട്ടിൽ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം ഇവിടെ അധികം മരങ്ങളൊക്കെ കുറവാണല്ലോ, അതുകൊണ്ടായിരിക്കാം മേ ബി. പിന്നെ ഇത് വളർത്തണം എന്നുണ്ടെങ്കിലും നമുക്ക് നല്ല പാടാണ്. പിന്നെ ഞാൻ അത്ര ഒരു പ്ലാന്റിങ് പേഴ്സൺ ഒന്നും അല്ല. പ്ലാനിങ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാ മല്ലികയൊക്കെയാണ് ഇതായി കിടക്കുന്നത്. ഇതിനൊക്കെ ഇവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം. പിന്നെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ നല്ല ഫോട്ടോ സ്പേസ് ഉള്ള സ്ഥലമാണ്. നന്നായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മൾ ചെന്ന സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് ഫോട്ടോസ് കിട്ടിയോണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനൊരു ഫോട്ടോ പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫോട്ടോസ് എല്ലാം അതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം.
ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ നമുക്ക് ഓപ്പൺ ചെയ്ത് തരാത്ത ഒരു സ്പേസ് എന്ന് പറഞ്ഞത്. നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ മാത്രമാണ് ആ ഒരു സ്പേസ് കണ്ടത്. ബാക്കി ഈ ചെടികളെല്ലാം ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് ഇത് ചെറിയ വലിയ ഓറഞ്ചുകളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ ചെറിയ ഓറഞ്ച് ഉണ്ട്. നമ്മളൊരുപാട് ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ സ്ലോ മോഷനിലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷേ രസമുണ്ട്, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. വാക്കിംഗ് ഏരിയാസ് എല്ലാം ഇതുപോലത്തെ വെള്ളക്കല്ലൊക്കെ വെച്ചിട്ട് അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വിങ് ഉണ്ട്, ഊഞ്ഞാലുണ്ട് ഇവിടെ. ആ ഒരു ഊഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഭയങ്കര ഒരു എസ്തെറ്റിക് ടൈപ്പ്, ഒരു വിൻറ്റേജ് ലുക്ക് തരുന്ന ഒരു ടൈപ്പ് ഓഫ് ഊഞ്ഞാലുകളുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയും ആ ഒരു ടൈപ്പ് ഓഫ് വിൻറ്റേജ് ലുക്കൊക്കെ ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓറഞ്ച് പ്ലാന്റ്സ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഓറഞ്ച് പ്ലാന്റ്സ്. ഒരുപാട് ഓറഞ്ച് ഉള്ളതുകൊണ്ട് കുറച്ച് ഓറഞ്ചുകൾ ഇങ്ങനെ ഉണ്ടായിട്ട് വരുന്നേ ഉള്ളൂ ചിലതിലൊക്കെ. പക്ഷേ അത് നന്നായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ മുമ്പ് ഒരു ഓറഞ്ച് ഫാമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഓറഞ്ച് ഫാമൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ആ ഒരു സങ്കടം മാറി. ഓറഞ്ച് അവർ പറിക്കാൻ സമ്മതിക്കുന്നില്ല, പക്ഷേ മോന് അതിൻ്റെ ഇടയിലൊന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. നല്ല പുളിയാണ്, എനിക്ക് വായിൽ വെക്കാനേ പറ്റിയില്ല. ഞാൻ ചെറിയൊരു പൊട്ടെടുത്തിട്ടാണ് കഴിച്ചത്. മോൻ അതെല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞല്ലോ, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമുക്ക് സ്ട്രോബെറീസും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്കത് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെ. പക്ഷെ നമുക്ക് സ്ട്രോബെറീസ് ഒന്നും അവർ ഓപ്പൺ ചെയ്ത് തന്നില്ല. ഓറഞ്ച് പറിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. നമുക്കതിനൊന്നും നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ഒരു മോർണിംഗ് ഓർ ഈവനിങ് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഈവനിങ് പറ്റില്ല, നമുക്ക് ഈവനിങ് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മോർണിംഗിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ലേറ്റായി. ഒരു 9 മണിക്ക് മുമ്പെങ്കിലും മാക്സിമം വരാൻ വേണ്ടിയിട്ട് നോക്കുക. 9 മണി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല വെയിലായിരിക്കും. ചൂടുള്ള വെയിലല്ല, വെയിലിന് ചൂടൊന്നുമില്ല. പക്ഷേ വെയിൽ നമുക്കങ്ങനെ കൊണ്ടാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമല്ലോ. ഞാനങ്ങനെ പറയാനുള്ളതിൻ്റെ മെയിൻ റീസൺ വേറൊന്നുമല്ല. ഇവിടെ ഈ കാണുന്ന ചെറിയ ചെറിയ ട്രീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് തണൽ നിൽക്കാൻ, അതുപോലെ ഒരു തണൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഇല്ല. എല്ലാം ഔട്ട്ഡോർ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചായ എല്ലാം കുടിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാം ഔട്ട്ഡോർ സെറ്റിങ്സ് ആണ്. നമുക്ക് ഇൻഡോർ ആയിട്ട് ഒരു സംഭവങ്ങളും ഇല്ല. കോഫി ഷോപ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്യും, അവർ പുറത്തോട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് സംഭവങ്ങളെല്ലാം ഉള്ളത്. നമ്മൾ ചെന്ന സമയത്ത് കോഫി ഷോപ്പ് മാത്രമാണ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഫുഡ് ഐറ്റംസ് എല്ലാം ആഫ്റ്റർനൂൺ ആണ് ഓപ്പൺ ആവുന്നത് എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ പിന്നെ കോഫി നമ്മൾ ഓൾറെഡി കുടിച്ചതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും വാങ്ങിച്ചില്ല അവിടുന്ന്. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാളീസിനൊന്നും ഈ ഏരിയയിൽ കണ്ടതുപോലും ഇല്ല കേട്ടോ. എവിടെ പോയാലും ഒരു മലയാളി ആൾക്കാരുണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് അവിടെ ആരെയും കണ്ടില്ല. കൂടുതലും സൗദി സിറ്റിസൺസ് ആണ് കൂടുതലായിട്ട് അവിടെ കണ്ടത്. കാരണം ഇവർക്കാണ് ഇത്തരം കാര്യത്തിനോടൊക്കെ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉള്ളത്. ഒന്നൊരു എസ്കേപ്പ് ആവുക, ഒന്ന് പുറത്തു പോവുക, ജസ്റ്റ് ഇങ്ങനെയൊക്കെ കോഫി കുടിക്കുക എന്നുള്ള കാര്യത്തിലാണ് ഇവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. നോർമലി ഇവരങ്ങനെ ഒരു ഭയങ്കര പിക്നിക് പേഴ്സൺസ് ആണെന്ന് വെച്ചാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു പിക്നിക്കിന് വേണ്ടിയിട്ടായിരിക്കും. ഫുഡ് എടുത്തിട്ട് പുറത്തു പോവുക, അവിടെ ഇരുന്നിട്ട് കഴിക്കുക, അങ്ങനെയാണ് ഇവർ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവർ സ്പെൻഡ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഈ ഒരു ഊഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങളതിൽ കുറേ നേരം ഇരുന്നിട്ട് ആടുകയൊക്കെ ചെയ്തു. ഊഞ്ഞാൽ ഭയങ്കര രസമുണ്ട് കാണാൻ, ഭയങ്കര ഒരു വിൻറ്റേജ് സ്റ്റൈൽ ലുക്ക്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അധിക സമയമൊന്നും നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസും, എനിക്ക് തോന്നുന്നു വെറും ഫോട്ടോസിന് വേണ്ടിയിട്ട് പോയ പോലെയാണ് നമ്മളവിടെ ചെന്നത്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയ പോലെ ആയിപ്പോയി. കാരണം നമുക്ക് കൂടുതലൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനിത് അവിടെ കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എല്ലാം നമുക്ക് അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ വെയിലുമാണ്, നമുക്കവിടെ കുറച്ച് സമയം ഇരിക്കാം, കാറ്റെല്ലാം കൊണ്ടിട്ട് ഇരിക്കുക എന്ന് പറയാനുള്ളൊരു സ്പേസും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോന്നു.
തിരിച്ചു പോരുന്ന സമയത്ത് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെറുതായിട്ട് ഓരോ സാൻഡ്വിച്ച് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോനും വണ്ടിയിൽ കിടന്നിട്ട് ഉറങ്ങായിരുന്നു കുറച്ച് സമയം. വീടെത്തിയത് അറിഞ്ഞില്ല, കാരണം അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് നമുക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. പിന്നെ സാറ്റർഡേ അല്ലേ, വീക്കെൻഡ് അല്ലേ, അപ്പോൾ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്കും നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് സൗദി എക്സ്പ്ലോർ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ.